നമസ്കാരം. സിറിയക് ഭാഷാ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിറിയക് ഭാഷയിലെ 22 അക്ഷരങ്ങളെയും പരിചയപ്പെട്ടു. അവ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നും പഠിച്ചു. നമുക്ക് ഈ ക്ലാസ്സിലും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ ആ 22 അക്ഷരങ്ങളെ. ഓലഫ്, ബേസ്, ഗോമൽ, ദോലത്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യൂത്ത്, കോഫ്, ലോമത്, മീം, നൂൻ, സെമക്കസ്, എ, ഫേ, സോദെ, കോഫ്, റീഷ്, ഷീൻ, താവ്. നമ്മൾ സിറിയക് ഭാഷയുടെ 22 അക്ഷരങ്ങളും പഠിച്ചു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് തമ്മിൽ രൂപസാദൃശ്യമുള്ളവയായിട്ട്. നമുക്ക് ആ അക്ഷരങ്ങളെക്കുറിച്ച് അല്പം ഡീറ്റെയിൽ ആയി പഠിക്കുവാനായിട്ടാണ് ഈ വീഡിയോ. സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. സുറിയാനി ഭാഷയിലെ 22 അക്ഷരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇവയിൽ രൂപസാദൃശ്യമുള്ള അക്ഷരങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്കിനി ഇവയെ ഓരോന്നോരോന്നായി കാര്യമായി ഒന്ന് പഠിക്കാം. ഓലഫ് എന്ന അക്ഷരം. ഓലഫിനോട് രൂപസാദൃശ്യമുള്ള അക്ഷരം ഏതാണ്? സൈൻ. അതെ, സൈൻ എന്ന അക്ഷരമാണ് ഓലഫ് എന്ന അക്ഷരവുമായി രൂപസാദൃശ്യമുള്ളത്. ഈ അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെ, ഓലഫ് എന്ന അക്ഷരത്തിന് വലിപ്പം കൂടുതലും സൈൻ എന്ന അക്ഷരം ചെറുതുമാണ്. ചുരുക്കം പറഞ്ഞാൽ ഓലഫും സൈനും തമ്മിൽ ഉള്ള വ്യത്യാസം എന്തെന്നാൽ വലിപ്പം കൊണ്ടുള്ള വ്യത്യാസം മാത്രമാണ് ഇവ തമ്മിലുള്ളത്. ഇനി അടുത്ത അക്ഷരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലോമത് എന്ന അക്ഷരം. ലോമത് എന്ന അക്ഷരത്തോട് രൂപസാദൃശ്യമുള്ള മറ്റൊരക്ഷരം എ ആണ്. ലോമതും എയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവ തമ്മിലും വലുപ്പത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇനി നമുക്ക് അടുത്ത അക്ഷരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. ദോലത് എന്ന അക്ഷരം. ദോലത് എന്ന അക്ഷരവുമായി രൂപസാദൃശ്യമുള്ള മറ്റൊരു അക്ഷരം ഏതാണ്? അതെ, അത് റീഷ് എന്ന അക്ഷരമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ. നോക്കുക, ദോലത് എന്ന അക്ഷരത്തിന്റെ ബിന്ദു താഴെയാണെങ്കിൽ റീഷ് എന്ന അക്ഷരത്തിന്റെ ബിന്ദു മുകളിലാണ്. അതായത് ബിന്ദുവിന്റെ സ്ഥാനത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ദോലത് എന്ന അക്ഷരവും റീഷ് എന്ന അക്ഷരവും തമ്മിലുള്ളത്. ഇന്നത്തേത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് സുറിയാനി ഭാഷയിൽ 22 അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് രൂപസാദൃശ്യമുണ്ട്. ആ അക്ഷരങ്ങളെ നമുക്ക് വേർതിരിച്ചറിയണ്ടേ? ആ അക്ഷരങ്ങളെ വേർതിരിച്ചറിയുവാനാണ് ഈ വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ആവർത്തിച്ച് സുറിയാനി ഭാഷയിലെ അക്ഷരങ്ങളെ പരിശീലിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.